ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്ക് അവര് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോയി അന്വേഷിക്കണം മിസ്റ്റർ. ഇല്ലെങ്കിൽ ആളെ വിട്ട് അന്വേഷിക്കണം. നീതി അവർക്ക് കിട്ടേണ്ട അവകാശമാണ്, അല്ലാതെ നമ്മുടെ ഒന്നും കാരുണ്യമല്ല. വരൂ. സർ, ഇവര് പറയുന്നത് പറഞ്ഞോളൂ. 3 വർഷം മുമ്പ് മരണപ്പെടും വരെ കൃഷ്ണൻ എന്റെ ഭർത്താവായിട്ട് തന്നെയാ സർ ജീവിച്ചത്. 44 വർഷം കൂടെ ഉണ്ടായിരുന്നു സർ. അദ്ദേഹം കെട്ടിയ താലി ഓർമ്മയ്ക്കായി ഒരു മഞ്ഞച്ചരട് കോർത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തെളിവ് ഞാൻ എങ്ങനെ തരാനാ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല തോളെ. ഇവരെ കൊണ്ട് വിളിച്ചോണ്ട് ആരാ പറഞ്ഞേ? പുറത്തു പോകാനാ പറഞ്ഞത്. എന്താ ഇത്? എന്താ ഇതെന്നാ ചോദിച്ചത്? എന്താ ജോൺ ഈ അമ്മയുടെ അപേക്ഷ ഇത്ര ക്രൂരമായി നിഷേധിക്കാൻ കാരണം? അതിന്റെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ജോൺ എനിക്ക് തന്നേ പറ്റൂ. അവരിതുവരെ ശരിക്കുള്ള പേപ്പറും തന്നിട്ടില്ല. 2018 വെള്ളപ്പൊക്കത്തിൽ വീടടക്കം ഒലിച്ചു പോയവർക്ക് എന്ത് രേഖകൾ വാങ്ങിയാ അവർക്ക് പുനരധിവാസത്തിനുള്ള ഫണ്ട് അനുവദിച്ചു തന്നത്? അതിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ടായിരുന്നു, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരും ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. ഇവർക്കെല്ലാം സഹായങ്ങൾ നൽകിയത് അവര് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ പുറത്തായിരുന്നോ? നിങ്ങൾക്ക് അവര് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോയി അന്വേഷിക്കണം മിസ്റ്റർ. ഇല്ലെങ്കിൽ ആളെ വിട്ട് അന്വേഷിക്കണം. നീതി അവർക്ക് കിട്ടേണ്ട അവകാശമാണ്, അല്ലാതെ നമ്മുടെ ഒന്നും കാരുണ്യമല്ല. മാഡം, ഞാൻ പോയി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതാ മാഡം. അതാണ് അവിടെ ചിതറി കിടക്കുന്നത്. മിസ്റ്റർ ജോൺ എബ്രഹാം, എന്തു പറയുന്നു? ഇന്ന് വൈകിട്ട് ഈ അമ്മയും കൊച്ചുമോളും ഇവിടുന്ന് ഫണ്ടും കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കണം. എന്നിട്ട് നല്ല മനസ്സോടെ ആ തുക അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലും കാണില്ലേ ഇത്രയും പ്രായം ചെന്നൊരു സ്ത്രീ? ആ അമ്മയ്ക്കാണ് ഇങ്ങനൊരു ഗതി വന്നതെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാനാവോ? പാവങ്ങൾക്ക് കിട്ടുന്ന നീതി നിഷേധിക്കുമ്പോ നിങ്ങൾക്ക് അല്പനേരം ഒരു മനസ്സുഖം കിട്ടിയേക്കാം. പക്ഷെ അതിന്റെ ശാപം ചെന്ന് കേറുന്നത് വീട്ടിലിരിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും ആയുർരേഖയ്ക്ക് കുറുകയായിരിക്കും. കാരണം ഇങ്ങനെ ഒരു മകനെ സൃഷ്ടിച്ചതിന്റെ പേരിൽ ശാപവാക്കുകൾ ചെല്ലുന്നത് അവർക്ക് നേരെയാണ്. ഇനിയെങ്കിലും മറ്റുള്ളവർക്കൊരൽപ്പം നന്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കടോ. വളർന്നു വരുന്ന തന്റെ പുതിയ തലമുറയെങ്കിലും മനപ്പിരാക്കില്ലാതെ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. അനു. മാഡം, ഇവർക്ക് എന്ത് സഹായമാണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. വൈകിട്ട് മനസ്സും നിറച്ച് പണവും കയ്യിൽ വെച്ച് ഇവരെ ഇവിടെ നിന്ന് വിടാവൂ. യെസ് മാഡം. പറഞ്ഞത് കേട്ടല്ലോ മിസ്റ്റർ ജോൺ എബ്രഹാം. യെസ് മാഡം. വിഷ്ണു കുഞ്ഞ് ചായക്കായിരിക്കും വിളിക്കുന്നത്. അമ്മേ, അമ്മ.
അല്ല ശാന്തേച്ചി, അല്ല കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഇവിടെ? അവിടെ നിർത്തി, ഇവിടെ വന്ന് കയറി. എന്റെ സ്വന്തം ഹോട്ടൽ പോലെയാ ഞാനിത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഇനി ഞാൻ ഇങ്ങോട്ടില്ല, ഞാൻ പോവുക. പോകുന്നത് വേദനയോട് കൂടി തന്നെയാ. എനിക്ക് അത്ര പെട്ടെന്ന് ഈ കടയും നിങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. വരട്ടെ. ശാന്തിജി, ശാന്തിജി, എന്തിനാ അമ്മ ഇങ്ങനൊരു സങ്കടം കൂടി കാണാനുള്ള ഇടവരുത്തുന്നേ? അല്ലെങ്കിലും ആരെന്ത് ചെയ്താലും കുറ്റം എനിക്കാണല്ലോ. പോകുന്നവരൊക്കെ പോവും, നിക്കുന്നവരൊക്കെ നിക്കും. എന്താടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണോ? എന്നാ നിങ്ങളും വയ്ക്കോ. എന്നാലും കുടുംബശ്രീ ഹോട്ടൽ പൂട്ടിക്കാന്ന് ഒരാളും വിചാരിക്കണ്ട. അമ്മേ, അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ആ മുറ എവിടെയാ വച്ചത്? ഒന്ന് എടുത്തെടുത്ത് വെക്കില്ല. അതാ ഈ ശാന്തയുടെ കുഴപ്പം. ആ വീട്ടിനകത്ത് എവിടെയെങ്കിലും കാണും. ശാലിനി അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എവിടെയാണെങ്കിലും നമുക്ക് ശമ്പളം കിട്ടിയാ പോരെ? അത് പോരല്ലോ. ചെയ്യുന്ന ജോലിയോട് ഒരു കൂറ് വേണ്ടേ? എല്ലാ ജോലിക്കും മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഇപ്പൊ കാണിച്ച പരിപാടി കുറച്ച് മോശമായി പോയി. അല്ല, അത് പിന്നെ ഞാൻ ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണു, അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യട്ടെ, നീ ഇതിൽ ഇടപെടണ്ട. അല്ല, എന്നാലും അമ്മ അങ്ങനെ അല്ലല്ലോ. നീ ഇതിൽ ഇടപെടണ്ട. അല്ല, രാഘവേട്ടൻ ഇവിടെ? ഞാൻ വരുമ്പോ വാദിക്കിരിക്കണ്ടായിരുന്നു. എന്തേ? അവിടെയും കാണാനില്ല, മുറിയിലും ഇല്ല. അമ്മ അച്ഛാ, അയ്യോ, എന്തൊരു കഷ്ടമാണേ. അച്ഛാ, അച്ഛാ, ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവോ? ഞാനൊന്ന് നോക്കട്ടെ. അച്ഛാ, അച്ഛാ, രാഘവേട്ടാ, രാഘവേട്ടാ, അച്ഛാ. അയ്യോ.